തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം പൊളിഞ്ഞിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിന് സാധ്യതയെന്ന് പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ ലക്ഷ്യമിടുന്ന LDFന്റെ ആത്മവിശ്വാസത്തെ പ്രകീർത്തിക്കാതെ തരമില്ല. കേരളം കൈവരിച്ച നേട്ടങ്ങളെ നോക്കിയാൽ 3ാം വട്ടവും ഭരണം കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് നോക്കേണ്ടത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPMനെ തോൽപ്പിച്ച അതേ വോട്ടർമാരാണ് എന്നതാണ് കൗതുകകരം. യാഥാർത്ഥ്യത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് CPM എന്നതിൽ ഇപ്പോഴും മാറ്റമില്ല എന്ന് തെളിയിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിൽ 100 സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിന് ആഹ്വാനം വന്നതിന് പിന്നാലെയാണ് 110 സീറ്റുകൾ എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും കട്ടയ്ക്ക് നിൽക്കുന്നത്. നിലവിലെ മന്ത്രിമാർക്ക് സീറ്റ് നൽകിയും പാർട്ടി തന്നെ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ വെള്ളം ചേർത്തും എങ്ങനെയും ഭരണം നിലനിർത്തണം എന്നതാണ് ചിന്ത. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി നേരിട്ട തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഫലവത്തായില്ല എങ്കിലും ഉയർത്തിക്കാട്ടാൻ അത് മാത്രമേ ഉള്ളൂ. കാരണം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് CPMന്റെയും സർക്കാരിനെ നയിക്കുന്ന നേതൃത്വത്തിന്റെയും ധാർഷ്ട്യവും പല നിലപാടുകളിലുമുള്ള വെള്ളം ചേർക്കലുമാണ്. ന്യായവിധ്യാനം എന്ന ഗംഭീര വാക്ക് ഉപയോഗിക്കാമെങ്കിലും പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത് എന്നതാണ് ശരി. PM ശ്രീ പദ്ധതി തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. അത് മാത്രമല്ല, ന്യായവിധ്യാന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്കോ ചുരുക്കം ചില ആൾക്കാരുമായി ചേർന്നോ ആണ് എടുക്കാറുള്ളത്. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന നിലപാട് CPIയെ മാത്രമല്ല പാർട്ടി സെക്രട്ടറിയെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങളെ ന്യായീകരിച്ച് വശം കിട്ടിയിരിക്കുകയാണ് MV ഗോവിന്ദൻ. അതുകൊണ്ടാകാം AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ മുഖ്യമന്ത്രി എടുത്തതിന് വിരുദ്ധമായ നിലപാട് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. AK ബാലൻ പറഞ്ഞത് UDFന്റെ വർഗീയ നിലപാടിനെ സൂചിപ്പിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പരാമർശത്തെ നിരുത്തരവാദപരം എന്നാണ് MV ഗോവിന്ദന്റെ വിലയിരുത്തൽ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം CPMും LDFലും വീശുന്ന മാറ്റത്തിന്റെ കാറ്റ് ഗോവിന്ദൻ മാഷിനെയും തഴുകിയോ എന്ന് സംശയിക്കണം. അത്തരത്തിൽ ആശങ്കയുടെ ആഴക്കടലിൽ നിൽക്കുന്ന CPMന് എങ്ങനെയാണ് 110 സീറ്റുകൾക്കായി പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ചിന്തനീയം. തോൽവിക്ക് കാരണങ്ങളായി പറയുന്ന ഭരണവിരുദ്ധ വികാരം, ശബരിമല കൊള്ള തുടങ്ങിയവ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. വോട്ട് ചെയ്ത് തോൽപ്പിച്ച അതേ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭായ് എന്ന്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു CPM? അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിനാണ് എന്നല്ലേ? അതുകൊണ്ട് മാറ്റം വേണമെങ്കിൽ മാറിക്കോട്ടെ, ഞങ്ങൾ മാറില്ല എന്നതാണ് CPM ലൈൻ. പാർട്ടി അണികൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ പറയാതെ, ക്യാപ്സൂളുകൾ ഇല്ലാതെ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും? ജനങ്ങളുടെ ചോദ്യം നേരിടുന്നത് പാർട്ടി പ്രവർത്തകരല്ലേ? അവരോട് കടക്കപ്പുറത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. CPM ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ പാർട്ടിയുടെ ആത്മവിശ്വാസം എന്ന കുമിള പൊട്ടിപ്പോയി. 2021 തുടർച്ചയായ 2ാം ഭരണത്തിൽ കയറിയതിനു ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് എന്ന ആശ്വാസകിരണം അല്ലെങ്കിൽ കനലൊരു തരിയിൽ ഒതുങ്ങി LDF. അപ്പോഴും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത വർഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും CPMന്റെ വഞ്ചി തിരുനക്കര തന്നെയാണ്. 2026ലും അതിന് മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനമാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമാകുന്നത്. ന്യൂനപക്ഷ പ്രീണനം എന്ന ദശാബ്ദങ്ങളായുള്ള നിലപാട് വിട്ട് മൃദു ഹിന്ദുത്വം എന്ന പുതിയ നിലപാടിലേക്ക് മാറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. വർഗീയതയ്ക്ക് ലൈസൻസ് കിട്ടിയ വെള്ളാപ്പള്ളി നടേശൻ അത് വാരി വിതറി. ഇപ്പോഴും അത് തുടരുന്നു. ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി എന്നും പിന്നിലുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പാർട്ടി സെക്രട്ടറിയും ഒപ്പമുണ്ട്. ഇപ്പോഴിതാ വർഗീയത ചിരിയിൽ പൊതിഞ്ഞ് AK ബാലനും ഭൂരിപക്ഷ സമുദായത്തെ പേടിപ്പിക്കുന്നു. UDF ഭരണത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുമെന്ന്. UDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ AK ബാലന് ടെൻഡർ കിട്ടിയോ എന്നൊരു സംശയം. പക്ഷേ അതിനെയും മുഖ്യമന്ത്രി പിന്താങ്ങുന്നു. RSSുമായി സഹകരണമുണ്ടായി എന്ന് MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. പക്ഷേ മറ്റൊരു വർഗീയ ടച്ചുള്ള സംസാരം AK ബാലനും വർഗീയത വാരിയെറിഞ്ഞ വെള്ളാപ്പള്ളിയെയും പിണറായി വിജയൻ ന്യായീകരിക്കുന്നു. ഇതൊക്കെ കാണുന്ന വോട്ടർമാരായ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടോ ആവോ? സർക്കാരിന്റെ പ്രവർത്തികൾക്കുള്ള മാർക്കിടലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നത്. ഇതിൽ നിന്ന് ഒരു ഇംപ്രൂവ്മെന്റിന്, ഒരു തിരുത്തലിന് CPM ശ്രമിക്കുന്നതായി തോന്നുന്നില്ല. ഉൾക്കാമ്പില്ലാത്ത കഥയുമായി റിലീസ് ചെയ്ത പരാജയപ്പെട്ട സിനിമയെ ബോക്സ് ഓഫീസ് വിജയമാക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതാണ്. വീഞ്ഞ് മാത്രമല്ല
കുപ്പിയും പഴയത് തന്നെ. ക്യാപ്റ്റനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന CPM, ആ CPMനെ വിശ്വസിച്ച് സഞ്ചരിക്കുന്ന LDF എന്ന കപ്പൽ, അതാണ് ഇപ്പോഴത്തെ സർക്കാർ. ക്യാപ്റ്റന്റെ ധാർഷ്ട്യവും പാർട്ടിയിലെയും മുന്നണിയിലെയും തന്നിഷ്ടവും തോൽവിക്ക് കാരണമായി എന്ന് പറയുമ്പോൾ ഇരട്ടച്ചങ്കനെ മുന്നിൽ നിർത്തി അടുത്ത യുദ്ധം നേരിടാനാകുമോ? മുഖ്യമന്ത്രി നിലപാടുകൾ തിരുത്തുകയോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ നേതൃത്വമോ വേണമെന്ന് CPI ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എത്ര ഭദ്രമാകും LDFന്റെ ഭരണഭാവി? ജനഹിതം മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തണമെന്ന് ഘടകകക്ഷി തന്നെ ആവശ്യപ്പെടുമ്പോൾ പിണറായി വിജയന്റെ ആത്മവിശ്വാസം പൊള്ളയാണ് എന്ന് വിചാരിക്കണമോ? CPI പറയുന്നത് പോലെയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയതുപോലെ പിണറായി വിജയനെയും ഒഴിവാക്കണം. ആര്യയെ കണ്ടാൽ കിട്ടേണ്ട വോട്ട് കൂടി പോകുമെന്നായിരുന്നു CPM പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ. പക്ഷേ ക്യാപ്റ്റനെ കണ്ടാൽ പാർട്ടിക്കാരെങ്കിലും ഓടിക്കൂടുമെന്ന ആശ്വാസമുണ്ട് CPMന്. പക്ഷേ 110 സീറ്റ് എന്ന ലക്ഷ്യം നേടാൻ ജനങ്ങൾ തന്നെ കനിയണമെന്ന യാഥാർത്ഥ്യം പാർട്ടിയെ നോക്കി കൊന്നനം കുത്തുന്നു. 2021 അല്ല 2026 എന്ന് അറിയാത്തതായി LDFൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറച്ചുപേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. പ്രധാന ശത്രു UDF എന്ന അവസ്ഥയിൽ നിന്ന് ശത്രുക്കൾ എന്ന ബഹുവചനത്തിലേക്ക് മാറി കാര്യങ്ങൾ. BJPയുടെ വളർച്ച, അവരുണ്ടാക്കിയ വേരോട്ടം, അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇടതിന്റെ കോട്ടയായ കൊല്ലം ജില്ലയിൽ പോലും BJP വളർന്നു. അത് മറ്റ് ജില്ലകളിലും പ്രതിഫലിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കയ്യിലൊതുക്കി. പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്തുണ്ട് BJP. ഇതൊന്നും നേരിടാൻ ഒരു തന്ത്രവും LDFന് ഉള്ളതായി കാണുന്നില്ല. CPM എന്നത് ചില വ്യക്തികളായി മാറിയ സാഹചര്യത്തിൽ അവരുടെ ചെയ്തികളെ ന്യായീകരിക്കുക എന്നത് മാത്രമായി അണികളുടെ ജോലി. പാർട്ടിയിൽ ജനാധിപത്യമില്ല. ചിലർക്ക് വളരാൻ മറ്റു പലരെയും എന്നേക്കുമായി ഒതുക്കുന്ന രീതി എക്കാലവും പുലർത്തിയിട്ടുള്ള CPM 2ാം നിര നേതാക്കളില്ലാതെ വലയുകയാണ്. ക്യാപ്റ്റനെ മാറ്റിയാൽ ആരെ മുന്നിൽ നിർത്തി 110 സീറ്റുകളിലേക്ക് വലയെറിയും എന്ന ചിന്ത LDFനെ മൊത്തത്തിൽ അലട്ടുന്നുണ്ട്. ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ ഇല്ലെന്ന് ക്യാപ്റ്റൻ അറിയിച്ചെന്നും വാർത്തകളുണ്ട്. അപ്പോൾ തോറ്റാൽ അതിന് ഉത്തരവാദിയാക്കരുത് എന്ന ധ്വനിയുമുണ്ട്. പശ്ചിമ ബംഗാളിലെ CPMന്റെ അവസ്ഥയിലേക്കാണ് കേരള ഘടകവുമെന്ന് പലരും പ്രവചിക്കുന്നുണ്ട്. ഭരിച്ച് ഭരണം പോയ ബംഗാളിലെ ചരിത്രം CPM കേരള ഘടകത്തെ നോക്കിച്ചിരിക്കുകയാണ്. ജനങ്ങളെ വെറുപ്പിച്ചിട്ട് ഭരണം തുടരാമെന്ന് വിചാരിക്കാനാകില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 3 മാസം മാത്രമുള്ളപ്പോൾ തിരുത്തലിന് അതിവേഗം തയ്യാറെടുക്കേണ്ട സമയമാണ് ഇത്. വിവാദങ്ങളിൽ നിന്ന് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്ന CPMനും മുഖ്യമന്ത്രിക്കും അതിന് സമയം കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. CPM ഒഴികെ മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തോൽവിയെ സത്യസന്ധമായി അവലോകനം ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പക്ഷേ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിണറായി വിജയൻ എന്ന ബ്രാൻഡിനെ മുന്നിൽ നിർത്തി മത്സരിച്ച് തോറ്റിട്ട് ആ മുഖം തന്നെ തോൽവിക്ക് കാരണമായി എന്ന് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. പിണറായി വിജയൻ പരാജിതൻ എന്ന് സമ്മതിക്കാൻ കഴിയില്ല. പോരാത്തതിന് അതേ മുഖം കാട്ടിയല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. പാർട്ടി സംവിധാനം എന്നത് വ്യക്തി ആരാധന എന്നതിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എനിക്ക് ശേഷം പ്രളയം എന്ന നിലപാട് പോരാട്ടങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നു. ശക്തമായ വേരോട്ടമുള്ള പാർട്ടി ഇന്ന് വേരറ്റ് കടപുഴകാറായ വൃക്ഷമാണ്. കമ്മ്യൂണിസത്തിന് ലോകത്ത് പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് വിലപിക്കുന്നവർ, വെനസ്വലയ്ക്കും ഇറാഖിനും വേണ്ടി കൊടിയെടുത്തവർ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് കോഴിക്കോട് മാത്രമാണ് ചെറിയൊരു ആശ്വാസമുണ്ടായത്. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജനങ്ങളോട് സ്നേഹം കാട്ടിയിട്ട് കാര്യമില്ല. സാമൂഹിക പെൻഷൻ വർദ്ധിപ്പിക്കൽ പോലുള്ളവ ജനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് നൽകേണ്ടത്. നമുക്ക് വോട്ട് വേണ്ടപ്പോഴല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പാഠമാകണമെന്ന് CPI ഉൾപ്പെടെ പറയുമ്പോഴും യാഥാർത്ഥ്യബോധമില്ലാതെ വർഗീയതയ്ക്ക് പിന്നാലെ കൂടിയാൽ 110 സീറ്റ് എന്നത് ലക്ഷ്യമല്ല, സ്വപ്നമായി പോലും അവശേഷിക്കുമോ എന്ന് സംശയമാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA 400 സീറ്റുകൾ നേടുമെന്നാണ് മോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. ഫലം വന്നപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും അവർക്ക് കിട്ടിയില്ല. അതേ അവസ്ഥയാകുമോ ഇനി CPMനും?